ഒറ്റ കാര്യം, നമ്മളാണ് ആദ്യം ഇവിടെ എത്തിയിരിക്കുന്ന ഒരു ചാനൽ സംഘം. അത് ഞാൻ ഇവിടെ വന്ന് നിന്ന് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഈ വള്ളംകളിയുടെ 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ ഏറ്റവും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമുക്ക് ആകാശത്തും താഴെ ഭൂമിയിലും വെള്ളത്തിലും കരയിലും ബോട്ടിലും എല്ലാം ക്യാമറകളുണ്ട്. ആ നിലയ്ക്ക് എല്ലാം ആവേശത്തോടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നേരത്തെ സേതു പറഞ്ഞതുപോലെ ചെറുതല്ല നമ്മുടെ റിപ്പോർട്ടിംഗ് ടീം. വലിയ റിപ്പോർട്ടേഴ്സിന്റെ വലിയൊരു സംഘമാണ് നമ്മളുടെ ടീം ഇവിടെ ഉള്ളത്. അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ പൊസിഷനുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുന്നമട കായലിൻ്റെ ഓളപ്പരപ്പുകളിലാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് സുജിത് ചന്ദ്രനുണ്ട്, സനിസയുണ്ട്, അഖില സി പി ഉണ്ട്, ലിജോ വർഗീസ് ഉണ്ട്. ലിജോ വർഗീസ് കനത്ത പ്ലാനിങ്ങിലായതുകൊണ്ട് ലിജോ വർഗീസിന് ഇങ്ങോട്ട് എത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതെ, തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്തായാലും ഇത്തവണത്തെ വള്ളംകളിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് 3 പുത്തൻ ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. 3 പുത്തൻ ചുണ്ടൻ വള്ളങ്ങൾ, പച്ചത്തടിയിൽ 3 വള്ളങ്ങൾ മത്സരിക്കുന്നു എന്നുള്ള വലിയ കൗതുകകരമായ കാഴ്ചയുണ്ട്. അത് സാധാരണ സംഭവിക്കാറില്ല. ഒരു വള്ളമൊക്കെ വന്നാലായി. അങ്ങനെയാണ് സാധാരണ വള്ളംകളികളിൽ സംഭവിക്കുക. ഇത്തവണ 3 പുത്തൻ വള്ളങ്ങൾ കൂടി മത്സരരംഗത്ത് ഇറങ്ങുന്നു എന്ന് മാത്രമല്ല, അതിൽ ഒരു പുത്തൻ വള്ളമാണെങ്കിൽ ചമ്പക്കുളം വിജയിച്ചു വരുന്ന നിരണം വള്ളമുണ്ട്. അതുപോലെ പുണ്യാളൻ വള്ളമുണ്ട്. ആവേശത്തോടെ അവരും കപ്പിന് തന്നെയാണ് പുണ്യാളൻ നിരണം വരുന്നത്. അതുപോലെ ആർപ്പൂക്കര വള്ളമുണ്ട്, കോട്ടയംകാരുടെ വള്ളം. അങ്ങനെ 3 പുത്തൻ വള്ളങ്ങൾ. അതെ അരോമ വള്ളം, അത് തന്നെ അരോമയാണ് ആദ്യത്തെ. അരോമയാണ് ചമ്പക്കുളം വിജയിച്ചു വരുന്ന വള്ളം. അപ്പോൾ അരോമ അവർ കൊല്ലത്തിൻ്റെ അരോമ ഉണ്ട്. അപ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ്, അവരടക്കം. കാരണം ആ വള്ളത്തെ എല്ലാവരും ഇത്തവണ ശ്രദ്ധിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ പറഞ്ഞാൽ വില്ലേജ് ബോട്ട് ക്ലബ് ഉണ്ട് കൈനകരിയിലെ വില്ലേജ് ബോട്ട് ക്ലബിലെ തുഴച്ചിൽക്കാരെ അങ്ങനെ തന്നെ തൂക്കി എന്നുള്ളതാണ് അരോമ ബോട്ട് ക്ലബിൻ്റെ ഇത്തവണത്തെ പ്രത്യേകത. അവരെല്ലാവരുമാണ് ഇത്തവണ അരോമ വള്ളം തുഴഞ്ഞ് എത്താൻ പോകുന്നത്. അപ്പോൾ ചമ്പക്കുളം അവർ വിൻ ചെയ്തു. അപ്രതീക്ഷിതമായിരുന്നു ആ വിജയം. അതിനുശേഷമാണ് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് അവർ അത്ര കരുത്തരാണെന്ന്. കാരണം പെട്ടെന്ന് വന്ന ഒരു വള്ളം ഇത്ര വലിയ വിജയത്തിലേക്ക്. സാധാരണ പുതിയ വള്ളങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകത, നാട്ടുകാർക്ക് ആദ്യത്തെ ഒരു വർഷം തുഴയാനങ്ങ് കൊടുക്കും. നാട്ടുകാർ തുഴഞ്ഞതിൻ്റെ ഒരു ആവേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രൊഫഷണൽസ് തുഴയും. ഇതൊക്കെയാണ് ഒരു രീതി. പക്ഷേ ഇത്തവണ നേരെ വന്ന വഴി അവർ കപ്പടിച്ചു എന്നുള്ളതാണ് ചമ്പക്കുളത്ത്. അത് ഈ നെഹ്റു ട്രോഫിയിൽ പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിൽ ആവർത്തിക്കുമോ, പമ്പ പുന്നമടയിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. സുജിത്തിന് തോന്നുന്നത് എന്താണ്, ഈ ഇത്തവണത്തെ ഈ പച്ചത്തടിയിൽ വരുന്ന വള്ളങ്ങൾ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നും. കാര്യം എന്താണെന്നറിയോ, പണ്ടത്തെ വള്ളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇപ്പൊ നമ്മൾ ഈ അരോമയുടെ ഭാഗമൊന്നും പിടിക്കല്ലോ കേട്ടോ. അരോമ ഉണ്ടാക്കിയ ഒരു അത്ഭുതത്തെ കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല. അതേസമയം തന്നെ അവിടെ വിയ്യപുരം ഉണ്ട്, നിരണമുണ്ട്, പഴയ വള്ളങ്ങൾ മേൽപ്പാടനുണ്ട്. ഇവരെല്ലാം വളരെ സജീവമായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിലും ഈ അരോമ വന്ന സമയത്ത് അവരാദ്യം ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറഞ്ഞാൽ ഒരു വള്ളം അല്ല ചേട്ടാ. ഒരു വള്ളത്തിന്റെ കൂടെ വേറെ 2 വള്ളം കൂടെ വാങ്ങി. അരോമ 1ഉം 2ഉം ഉണ്ടെന്നാ പറയുന്നത്. 1ഉം 2 ഉണ്ടെന്ന് മാത്രമല്ല, അവർക്ക് പരിശീലനത്തിന് വേറെ 2 വള്ളം കൂടെ. അതായത് ഇതൊരു ചെറിയ ഗെയിമല്ല. ഈ 1150 മീറ്റർ ഈ ട്രാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ എല്ലാ കൊല്ലവും പറയുന്നതാണെങ്കിൽ പോലും ഓരോ കൊല്ലം പറയുമ്പോഴും അതിൽ നവമായിട്ടൊരു പുതിയത് വരും. തീ പിടിക്കാൻ പോവാണ്. ഓളപ്പരപ്പിന് തീ പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓളത്തിന് ആവേശം തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ തന്നെ 2 ബോട്ടുകൾ, 2 സ്പീഡ് ബോട്ടുകൾ ചുറ്റുമുണ്ട്. 3 സ്പീഡ് ബോട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അവർ പതുക്കെ നമ്മുടെ ബോട്ടിനെ ഒന്ന് സമീപിച്ചതിൻ്റെ ഒരു ഓളമായിരുന്നു ഇപ്പൊ കണ്ടത്. ഏതായാലും കഴിഞ്ഞ തവണത്തെ ആ ഒരു അവസാനത്തെ ആ ഒരു ഫോട്ടോ ഫിനിഷ് ഓർമ്മയുണ്ടല്ലോ, വിയ്യപുരം അടിച്ചു കയറിയത് എത്രയാണെന്നറിയോ? 0.69 സെക്കൻഡിലാണ്. വള്ളംകളി പഴയ വള്ളംകളി അല്ല ഇപ്പോ. അതായത് ചേട്ടാ ഇത് കുറച്ച് അല്ലേ? അതെ. അർഷൻ ചേട്ടൻ ഇടുക്കിക്കാരനാണെങ്കിലും അടിസ്ഥാനപരമായി കുട്ടനാട്ടുകാരനും കുമരകംകാരനും കോട്ടയംകാരനാണ്. കുമരകം ബോട്ട് ക്ലബ്ബുകളുടെ ചോര ഞരമ്പിലുള്ള ആളാണ്. അതുകൊണ്ട് വള്ളത്തിൽ എങ്ങനെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. തിയറി നന്നായിട്ട് അറിയാം, പ്രാക്ടിക്കൽ അറിയാലോ അല്ലേ? അത്യാവശ്യം. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ 25 ലക്ഷമാണ് പ്രൈസ് മണി എന്നുള്ളതാണ്. പ്രൈസ് മണി നന്നായി ഉയർത്തി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ആ നിലയ്ക്ക് പ്രൈസ് മണി ഉയർത്തേണ്ടത്. പക്ഷേ ആ സമയത്ത് തന്നെ കുറേ നിബന്ധനകൾ കൂടി ഇത്തവണ വള്ളംകളിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, 25% കൂടുതൽ പ്രൊഫഷണലുകൾ മറ്റ് സ്ഥലത്തു നിന്നുള്ള ആളുകളെ, ഇതര സംസ്ഥാന തൊഴിലാളികളെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ തുഴയുന്ന ഒരു സാഹചര്യം ഇനി ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കർശനമായി പാലിക്കണം
എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആദ്യമായി ഈ 72ാം നെഹ്റു ട്രോഫി വള്ളംകളിയിലൂടെ രംഗത്തെത്തുന്നു എന്നുള്ളത് കൂടിയാണ്. അതാണ് കളർ തീമൊക്കെ ഉണ്ട്. ആ കളർ തീം കാത്തിരുന്ന് വേണം കാണാനായിട്ട്. എന്തായാലും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി വരുന്നു. 1 ലക്ഷം രൂപയുടെ കോർപ്പറേറ്റ് ബോക്സ് ഇത്തവണയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ടിക്കറ്റ് നിരക്കുകൾ ആ നിലയ്ക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ലാഭകരമായ ഒരു സംഗതിയായിട്ട് വള്ളംകളി ആ നിലയ്ക്ക് മാറാൻ ഒരുപക്ഷെ സാധ്യതയുമുണ്ട്. അങ്ങനെ ഇപ്പോൾ 6 കോടി രൂപ മൊത്തം ചെലവ് വരുന്ന വള്ളംകളിയാണ് ഇത്തവണ നടക്കുന്നതെന്നുള്ള റെക്കോർഡ് കൂടിയുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? കഴിഞ്ഞ തവണ തൊട്ട് അതിൻ്റെ പ്രവണതകൾ കാണിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഈ ബോട്ട് ക്ലബ്ബുകൾ, വള്ള ഉടമകളും ബോട്ട് ക്ലബ്ബുകളെയും ഒക്കെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ സ്പോൺസർ ചെയ്യാറാണ് പതിവ്. ഇത്തവണ ഇവരാണ് സ്പോൺസർ ചെയ്യുന്നത്. ബോട്ട് ക്ലബ്ബുകൾ മാധ്യമങ്ങളെ സ്പോൺസർ ചെയ്യുന്നു, വലിയ കമ്പനികളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് ഒരു ചെറിയ ഗെയിം അല്ലല്ലോ ഇപ്പോൾ. അതായത് ഒരു വള്ളം ശരിക്കും ഇവിടെ ഇറക്കി ഈ ട്രാക്കിൽ എത്തിക്കാൻ ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് അടുത്താണ് ചെലവ്. കോടിക്ക് മേലെ ചെലവുണ്ട്. പണ്ട് അതായത് ഒരു 7 വർഷം മുമ്പ് ആലപ്പുഴയുടെ മറ്റൊരു ചാനലിന്റെ ബ്യൂറോയിൽ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞൊക്കെ കേൾക്കുന്നത് എത്രയാ 70 ലക്ഷം രൂപ, 65 ലക്ഷം, 70 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു വള്ളം വരുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 1-1.5 കോടി രൂപയ്ക്കാണ് ഒരു വള്ളം ഇവിടെ വരുന്നത്. അതിനകത്ത് തന്നെ ഇപ്പോൾ 90ഓളം തുഴക്കാര്, നിലക്കാര്, അമരക്കാര് എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു 100 പേരിന്റെ അടുത്ത് 98 പേര് ഒരു വള്ളത്തിലുണ്ട്. ഈ ഓരോ പ്ലേയേഴ്സ് തന്നെയാണ് ഇപ്പോൾ പറയാറ്. ഈ ഓരോരുത്തരെയും വലിയ സംഖ്യയൊക്കെ കൊടുത്ത് ഈ IPLലൊക്കെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന പോലെയാണ്. മെയിൻ അമരക്കാരെയും നിലക്കാരെയും തുഴക്കാരെയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ലേലം പിടിച്ച് കൊണ്ടുവരുന്ന പോലെയാണ്. നമ്മളിപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടെ കഴിഞ്ഞ തവണ 6 ട്രാക്കിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇവിടെയാണ് വള്ളങ്ങൾ വന്ന് ഫിനിഷ് ചെയ്യാൻ പോകുന്ന സ്ഥലം. അതായത് കഴിഞ്ഞ തവണത്തെ വിയപുരം തുഴഞ്ഞ, അതായത് വില്ലേജ് ബോട്ട് ക്ലബിന്റെ 5 അമരക്കാരെയാണ് ഒറ്റയടിക്ക് അരോമ കൊണ്ടുപോയത്. അതുപോലെ പള്ളാത്തുരുത്തിയുടെ, അതായത് തുടർച്ചയായി 5 നെഹ്റു ട്രോഫി നേടിയ പള്ളാത്തുരുത്തിയുടെ ഒരു അമരക്കാരനെ കൂടി കൊണ്ടുപോയി. അപ്പോൾ അമരം ടീം എന്ന് പറയുന്നത് ഒരു ഗംഭീര ടീമായി അവർ മാറി. ഇതിപ്പോൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് കൗതുകകരമായി നമ്മൾ നിരീക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ബാക്കി എല്ലാ ക്ലബ്ബുകളും ഗംഭീരമായി തന്നെ പ്രാക്ടീസ് ചെയ്താണ് വരുന്നത്. മാത്രമല്ല അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 ക്ലബ്ബുകളെങ്കിലും ഇത്തവണ കപ്പ് പ്രതീക്ഷിച്ചു വരുന്നവരുണ്ട്. ശരിക്കും കപ്പ് പ്രതീക്ഷിച്ചു വരുന്നവർ. മാത്രമല്ല ഇത്തവണ ഈ ചില കേസുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പലതും നേരിട്ട് ക്ലബ്ബുകളല്ല തുഴയുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഫാൻസ് ക്ലബ്ബുകളാണ് ഇത്തവണ പലതും തുഴയുന്നത്. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്. ഈ തലവടി ആണ് ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴയുന്നത്. കഴിഞ്ഞ തവണ അത് തുഴഞ്ഞത് UBC കൈനകേരിയായിരുന്നു. അവർ ഒരേ കരയിലുള്ള 2 ക്ലബ്ബുകളാണ്. ഇപ്പൊ UBC കൈനകേരിയുടെ ഫാൻസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത്തവണ ഈ വിയപുരം എടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് തലവടി അപ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ്ബ് എടുത്തു. അങ്ങനെ അവിടെ ഭയങ്കര കൗതുകകരമായ തലവടി അപ്പുറത്തേക്ക് പോയി UBC, മറ്റേ ബോട്ട് UBC എടുത്തു, മറ്റേ വെള്ളം UBCയും എടുത്തു, ചുണ്ടൻ വെള്ളം. അപ്പോൾ ഇങ്ങനെ കൗതുകകരമായ മാറ്റങ്ങൾ, കൗതുകത്തോടെ ആളുകൾ കാത്തിരിക്കുന്ന ധാരാളം മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതുകൂടിയാണ്. പിന്നെ ഇതെല്ലാം കേട്ട് വളരെ ആവേശത്തോടെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ബാക്കി ടീം അംഗങ്ങളിലേക്ക് കൂടി പോകാം. കാരണം ലിജോയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളംകളിയെക്കുറിച്ച് നല്ല ധാരണയായി കഴിഞ്ഞ 3 വർഷം കൊണ്ട്. പിന്നെ ഇത് സാധാരണ നമ്മളെല്ലാ വള്ളങ്ങളിലും കാണുന്നത് പോലെ വള്ളങ്ങളിൽ എങ്ങനെയാണ് ക്യാപ്റ്റൻ ഉണ്ടാകും, അമരമുണ്ടാകും, നിലക്കാരുണ്ടാകും, അതുപോലെ തന്നെ താളത്തിന് ആളുണ്ടാവും. അപ്പൊ ഇവരെ ഏത് ഗണത്തിൽ പെടുത്തണമെന്ന് ഞാനിപ്പോൾ സംശയിച്ചോണ്ടിരിക്കും. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് വള്ളംകളി കാണുന്നവർ കൂടിയാണ്. പക്ഷെ വള്ളംകളിയെ കുറിച്ച് അത്യാവശ്യം പഠിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ സൈഫുന്നീസ ചെണ്ടമേളവും ഒക്കെ ആയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സൈഫുന്നീസയുടെ നേതൃത്വത്തിൽ, റഹീമിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ചെണ്ടമേളം, നമ്മുടെ ചെണ്ടമേളം തന്നെയാണ്. അതും അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മുടെ ബാക്കി ടീം റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ അപ്പുറത്തെ ജെട്ടിയിൽ നിന്ന് കയറി ഇപ്പോൾ കുറച്ചൊരു 1.5 മണിക്കൂറൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അടക്കമുള്ള ആളുകൾ നല്ല ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോ ഇനിയിപ്പോ നമ്മളെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ വരവേൽക്കാനാണോ എന്നറിയില്ല. എന്തായാലും വിപുലമായ ഒരു ടീമാണ് നമുക്ക് വേണ്ടി ഇവിടെ ഈ വള്ളംകളി റിപ്പോർട്ട് ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ VD സതീശനാണ് ഇന്നിപ്പോ വള്ളംകളി ഉദ്ഘാടനം ചെയ്യുന്നത്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി ആ വള്ളത്തിൽ കൂടെ കയറി അപ്പുറത്ത് ചെല്ലാനുള്ള ഒരു ഡിലേ ഉണ്ട്. നമ്പ്യാരെ ഇറങ്ങിക്കോ.
തകർത്തു ചേച്ചി. ആലപ്പുഴ കുതിരപ്പന്തി എന്ന് വരുന്നു. എത്ര നാളായി? 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞു. ഇപ്പൊ പുതിയ തലമുറയൊക്കെ ഇങ്ങനെ വന്നു, ഓരോരുത്തരായിട്ട് ടീമിലേക്ക് വന്നു തുടങ്ങി അല്ലേ? അതെ. ഇപ്പൊ സാധാരണ വള്ളംകളിക്കൊക്കെ ഈ ആവേശം സ്ഥിരമായി ഇവിടെ ഉണ്ടാകാറുണ്ട്. അപ്പൊ എന്തായാലും ഈ കുതിരപ്പന്തിയിൽ നിന്നുള്ള ഗംഭീര ടീമിന്റെ അതിഗംഭീര ചെണ്ടമേളത്തിലൂടെ നമ്മൾ വള്ളംകളിയുടെ റിപ്പോർട്ടിങ്ങിലേക്ക് അങ്ങനെ കടക്കുകയാണ്. ഇനിയിപ്പോൾ ചെറിയ പരിപാടിയൊന്നുമല്ല, ഇനിയിപ്പോൾ വഞ്ചിപ്പാട്ടുണ്ട്, ചെണ്ടമേളം കഴിഞ്ഞു, ഇനിയും വേറെ എന്തൊക്കെയോ വരാനുണ്ട് അല്ലേ? ഏതൊക്കെയോ വിദഗ്ധരുണ്ട്. നമ്മുടെ ആലപ്പുഴ റിപ്പോർട്ടർ അമൽ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ അമൽ ഇത്തവണത്തെ പ്രത്യേകതകൾ? ഇത്തവണത്തെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴക്കാർക്ക് പുതിയ പ്രത്യേകതകളൊന്നും വേണ്ട. പക്ഷേ ഓണവും വള്ളംകളിയും ഒരുമിച്ച് വരുന്നത് ഇരട്ടി മധുരമാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അല്ലേ? ഓണവും വള്ളംകളി ഒരുമിച്ചാണ് അല്ലേ? ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ. സാധാരണ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ആവേശം കൂടുതലാണ്. ആവേശം കൂടുതലാണ്. ഇവിടെ തിരക്കിലാണ്. ഇദ്ദേഹത്തെ ഒന്ന് കാണിച്ചേരെ, കാരണം ഇദ്ദേഹമാണ് ഈ വള്ളംകളിയുടെ ആസൂത്രകൻ ഇത്തവണത്തെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ആദ്യമായിട്ട് എന്താണ് ഇവന്റ് കമ്പനി വന്നിരിക്കുകയാണ്. ആ കമ്പനിയുടെ പ്രതിനിധി കൂടിയാണ്. അതെ, ഇത് എന്താണ് ഇത്തവണത്തെ പ്രത്യേകത? എന്താ ഇത്തവണ നമ്മളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളംകളിയെ ഒന്നും കൂടെ പ്രൊഫഷണലാക്കിയ ആളുകൾക്ക് ഏറ്റവും നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തു വരികയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാൻ നമ്മളെ നെഹ്റു പവലിയൻ ഇതുവരെ കാണാത്ത രീതിയിലേക്ക് നമ്മളെ VIP പവലിയൻ മാറിയിരിക്കും. അത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു. ഇപ്പം കണ്ടവരെല്ലാം പറഞ്ഞത് ഇതുവരെ ഇങ്ങനെ നെഹ്റു പവലിയൻ കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഞങ്ങളും ആ ഒരു സന്തോഷത്തിലാണ്. ഇപ്പം വെള്ളംകളിയുടെ മൊത്തം ആവേശത്തിൽ ഞങ്ങളും ആലപ്പുഴയോടൊപ്പം ചേരുകയാണ്. അപ്പൊ ശരി, നല്ല തിരക്കല്ലേ? സന്തോഷം. അപ്പൊ അതാണ് ഇത്തവണ പല രീതിയിലാണ് അത് വളരെ വ്യത്യസ്തമാവുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ഈ കളർ തീം എന്താണ് എന്നുള്ളത്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, കാരണം ഇവിടെ ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയം ഇത്തവണ വള്ളംകളിയിൽ ഒരു കളർ തീം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. വള്ളംകളിന്റെ ഒരു ബ്രാൻഡിങ് തീം യൂഷ്വലി അങ്ങനെ ഒരു നെഹ്റു ട്രോഫി വെള്ളം കളിക്ക് ഒരു ബ്രാൻഡിങ് തീം ഉണ്ടാവാറില്ല. പക്ഷെ ഇത്തവണ ഡിസൈൻ തീമിൽ തന്നെ ഒരു ഡിസൈൻ എലമെന്റും കൂടെ വെള്ളം കളിക്ക് കൊണ്ടുവന്നിട്ടാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ നെഹ്റു പവലിയനിലേക്കൊക്കെ നിങ്ങൾ കവർ ചെയ്യുമ്പോൾ ആ ഒരു മാറ്റം അവിടെ ഫീൽ ചെയ്യും ഡിസൈൻ തീമിന്റെ. ക്ലിയർ ആയില്ലേ സുജിത്തെ? തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു. അപ്പോൾ അതെ തീർച്ചയായും. അപ്പോൾ ഇതാണ് ഇത്തവണത്തെ വള്ളങ്ങളുടെയും വള്ളംകളിയുടെയും ഒക്കെ പ്രത്യേകത. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാനുണ്ട്. കാരണം എന്താണെന്നറിയോ, ചിലർ പരാതി പറയുന്നു ആകെപ്പാടെ നിങ്ങൾ 1-2 വള്ളത്തിൽ നിന്നു എന്നുള്ള പരാതി വന്നു കഴിഞ്ഞു. അത് സാധാരണ എല്ലാ കാലത്തും വള്ളംകളിയിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വള്ളങ്ങളെ പോകാതിരുന്നു കൂടാ. ഇപ്പോൾ കൈനകരി ബോട്ട് ക്ലബ്ബാണ് തലവടി തുഴയുന്നത്, വിയപുരം തുഴയുന്നത് UBC കൈനകരിയാണ്, ആരോമ 1 ആരോമ ബോട്ട് ക്ലബ്ബ് തുഴയുന്നു, മേൽപ്പാടം ചുണ്ടൻ പള്ളാത്തുരുത്തി തുഴയുന്നു, ചെറുതന ചുണ്ടൻ നാട്ടകം ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. നാട്ടകത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. നാട്ടകം ബോട്ട് ക്ലബ്ബിൽ ഇത്തവണ നാട്ടകം ബോട്ട് ക്ലബ്ബിന്റെ ക്യാപ്റ്റനായി വരുന്ന ആരാണെന്ന് അറിയാവോ? നാട്ടകം ബോട്ട് ക്ലബ്ബിന്റെ ക്യാപ്റ്റനായി വരുന്നത് കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ സന്തോഷ് കുമാറാണ്. അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. ഭയങ്കര കൗതുകരമായ സംഗതികൾ ഇത്തവണയുണ്ട്. അതുപോലെ പുണ്യാളം നിരണം ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുകയാണ്, നടുഭാഗം ചുണ്ടൻ PBC പുന്നമട തുഴയുന്നു, കരുവാറ്റ ചുണ്ടൻ GLC ബോട്ട് ക്ലബ്ബ് ചെറുതന, വള്ളംകുളങ്ങര SH ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്, ജവഹർ തായങ്കരി നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ്ബ് തുഴയുകയാണ്, സെന്റ് പയസ് ബോട്ട് ക്ലബ്ബ് തുഴയുന്നു, നിരണം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്നു, ആരാപ്പറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടൻ അത് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. പഴയ വലിയ വള്ളങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ആനാരി ചുണ്ടൻ ആനാരി ബോട്ട് ക്ലബ്ബ് തുഴയുന്നു, ചമ്പക്കുളം ചുണ്ടൻ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴയുന്നു, കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്ന ക്ലബ്ബ് വള്ളം. ഒരു വള്ളത്തിന് ഫാൻസ് ഉണ്ടെങ്കിൽ അത് കാരിച്ചാലിനാണ് ഏറ്റവും കൂടുതൽ. ആ വള്ളത്തിന് ഒരു ചെറിയ ചെരിവുണ്ട്, അതടക്കം അതിൻ്റെ ഈ ഫാൻ ബേസ് കൂട്ടുന്നതിൽ ഒരു ഘടകമായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതെ, ഒരു മോഹൻലാലാണ്. അതുപോലെ ആയാപ്പറമ്പ് പാണ്ടിച്ചുണ്ടൻ IBRA ആണ് തുഴയുന്നത്, കരുവാറ്റ ശ്രീവിനായകൻ KTBC ഫാൻസ് ക്ലബ്ബ് തുഴയുന്നു, ആർപ്പൂക്കര ചുണ്ടൻ കുമരകം ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് ആണ് തുഴയുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ആർപ്പൂക്കര ചുണ്ടൻ്റെ അമരത്തുള്ള ആളാണ് ഈ നമ്മുടെ ആലപ്പാടം ചുണ്ടൻ്റെ മുതലാളി. അങ്ങനെയുള്ള കൗതുകങ്ങൾ ഇത്തവണ പലതുമുണ്ട് ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ. പായിപ്പാടൻ ചുണ്ടൻ 2 അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്നു, പാർത്ഥൻ ചുണ്ടൻ ജൂനിയർ കൈനകരി ബോട്ട് ക്ലബ്ബ് തുഴയുന്നു, അതുപോലെ വനിതാ ക്യാപ്റ്റൻ ഉണ്ട്. ഇങ്ങനെ പല കൗതുകങ്ങളായ വിഷയങ്ങളുള്ള ഒരു വള്ളംകളി കൂടിയാണ് ഇത്തവണത്തേത് എന്നുള്ള പ്രത്യേകതയുണ്ട്. സൈഫു, കഴിഞ്ഞ തവണ നമ്മൾ ആഘോഷിച്ച് ഗംഭീരമാക്കി. ഇത്തവണ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ഒരു കാര്യം പറയാം. ഈ കാര്യത്തില് ഇതിന്റെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ
വിവരങ്ങൾ. ഇപ്പോൾ വള്ളം കളി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾ ഈ വള്ളംകളിയെക്കുറിച്ച് അരയും മുറി അറിയാവുന്നവരായിരിക്കില്ല പറയുന്നത്. ആ കാര്യത്തിൽ പ്രൊഫഷണൽസ് തന്നെയാണ് നമുക്ക് വള്ളംകളിയുടെ ലൈവ് റിപ്പോർട്ടിങ്ങിൽ ഉണ്ടാവുക. ഇത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും നിങ്ങൾക്കും ആവേശം എന്നുള്ള മട്ടിലാണ് നമ്മളിവിടെ അതെ കാവാലൻ ഷാജിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് നമ്മുടെ കമന്ററി പറയുക. കാവാലൻ ഷാജിയുടെ നേതൃത്വത്തിലുള്ള ടീം. ബാക്കി നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആവേശം അത് തന്നെയാണ് ഉദ്ദേശം. എങ്ങനെയാണ് ഇതിനു മുമ്പ് വള്ളംകളി കണ്ടിട്ടുണ്ടോ? വള്ളംകളി കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കൊന്നും ഞാനൊരു 10-12 വർഷമായി മാധ്യമത്തിൽ തുടങ്ങിയത്. പക്ഷേ ആലപ്പുഴയിൽ ഉണ്ടായിട്ട് പോലും എനിക്ക് ആലപ്പുഴ ഈ വള്ളംകളി റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ ആദ്യമായിട്ടാണ് ആലപ്പുഴ വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത്. അതിൻ്റെ ഒരു ആവേശം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 വലിയ കൂടുതലാണ്.